തൃശൂർ പാലയൂർ സെന്റ് തോമസ് തീർത്ഥാടന കേന്ദ്രത്തിൽ ക്രിസ്മസ് ആഘോഷം മുടക്കി പോലീസ്. പള്ളിവളപ്പിൽ കരോൾ ഗാനം പാടാൻ പോലീസ് അനുവദിച്ചില്ല. പരിപാടിക്ക് അനുമതി വാങ്ങിയില്ലെന്ന് പറഞ്ഞായിരുന്നു നടപടി. നിർദ്ദേശം ലംഘിച്ച് കരോൾ പാടിയാൽ തൂക്കിയെടുത്തെറിയുമെന്ന് ചാവക്കാട് SI വിജിത് കെ വിജയൻ ഭീഷണിപ്പെടുത്തിയതായി ട്രസ്റ്റി അംഗങ്ങൾ ആരോപിച്ചു. തൃശൂർ പാലയൂർ സെന്റ് തോമസ് തീർത്ഥാടന കേന്ദ്രത്തിലാണ് ക്രിസ്മസ് ആഘോഷം പോലീസ് മുടക്കിയെന്ന ആരോപണം വരുന്നത്. പള്ളിവളപ്പിൽ കരോൾ ഗാനം പാടാൻ അനുവദിക്കില്ല എന്ന് പോലീസ് പറയുകയായിരുന്നു. പരിപാടിക്ക് നേരത്തെ അനുമതി വാങ്ങിയില്ലെന്ന് പറഞ്ഞായിരുന്നു പോലീസിന്റെ ഈ നടപടി എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. നിർദ്ദേശം ലംഘിച്ച് കരോൾ പാടിയാൽ തൂക്കിയെടുത്തെറിയുമെന്നാണ് ചാവക്കാട് SI ആയ വിജിത് കെ വിജയൻ ഭീഷണിപ്പെടുത്തിയതെന്നാണ് ട്രസ്റ്റി അംഗങ്ങളുടെ ആരോപണം. എന്തായാലും ക്രിസ്മസ് ദിനത്തിൽ ഇത്തരത്തിലൊരു വാർത്ത വരുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. നേരത്തെ പലയിടങ്ങളിലും ക്രിസ്മസ് ആഘോഷം തടഞ്ഞതായുള്ള വാർത്തകൾ പുറത്തു വരുന്നതിനിടെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. എന്താണ് ഈ വാർത്തയിലെ വാസ്തവമെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. പരിപാടിക്ക് നേരത്തെ അനുമതി വാങ്ങിയില്ലെന്ന് പറഞ്ഞായിരുന്നു പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു നടപടി ഉണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത്. രാജു ഗുരുവായൂരാണ് വിവരങ്ങൾ വായിച്ചു തരുന്നത്. രാജു, എന്താണ് സംഭവിച്ചത്? അശ്വതി, ഇന്നലെ രാത്രി 9:30 സംഭവങ്ങളുടെ തുടക്കം. പാലയൂർ പള്ളിയിൽ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി എല്ലാ വർഷവും രാത്രി 9 മണി മുതൽ 1 മണിക്കൂർ നീളുന്ന കരോൾ ഗാനം നടക്കാറുണ്ട്. ഈ കരോൾ ഗാനമാണ് ഇത്തവണ പോലീസ് എത്തി അലങ്കോലമാക്കി മുടക്കിപ്പോയത്. ചാവക്കാട് SI വിജിത്തിന്റെ നേതൃത്വത്തിലെത്തിയ പോലീസ് സംഘം പള്ളിവളപ്പിൽ കരോൾ ഗാനം നടക്കുന്ന സ്റ്റേജിന്റെ അടുത്ത് വന്ന് മൈക്കിൽ പാടരുതെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. നിർദ്ദേശം ലംഘിച്ചാൽ ഉടൻ നടപടിയെടുക്കുമെന്നും കേസെടുക്കുമെന്നും ഭീഷണിപ്പെടുത്തിയതായും ട്രസ്റ്റ് ഭാരവാഹികൾ നമ്മളോട് പറഞ്ഞു. പരിപാടിക്ക് അനുമതി വാങ്ങിയിട്ടില്ലെന്ന ന്യായം പറഞ്ഞായിരുന്നു പോലീസ് ഇത്തരത്തിൽ ഒരു നടപടി സ്വീകരിച്ചത്. നിർദ്ദേശം ലംഘിച്ച് കരോൾ പാടിയാൽ തൂക്കിയെടുത്ത് എറിയുന്നു വരെ ചാവക്കാട് പോലീസ് ഭീഷണിപ്പെടുത്തിയതായാണ് ട്രസ്റ്റ് അംഗങ്ങൾ ഇപ്പോൾ ആരോപിക്കുന്നത്. ചാവക്കാട് SI വിജിത്തും സംഘവുമാണ് പള്ളിയിലെത്തി പരിപാടികൾ മുടക്കിയത്. ഇതോടെ പള്ളി അധികൃതർ മറ്റു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടുവെങ്കിലും തുടർന്ന് പരിപാടി നടത്താൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സമ്മതം മൂളി. എങ്കിലും സമയം ഏറെ വൈകിയതിനാൽ പരിപാടികൾ നടത്തിയില്ല. ഇതോടെ ചരിത്രത്തിൽ ആദ്യമായി കരോൾ ഗാനം മുടങ്ങിയെന്ന് ട്രസ്റ്റി അംഗങ്ങൾ പറഞ്ഞു. പള്ളിയിൽ നടക്കുന്ന തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കാൻ സീറോ മലബാർ സഭ തലവൻ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ എത്തുന്നതിന് തൊട്ടു മുമ്പായിരുന്നു പോലീസിന്റെ ഇത്തരം നടപടി ഉണ്ടായത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഉന്നത പോലീസ് അധികാരികൾക്ക് ഇപ്പോൾ പള്ളി അധികാരികൾ പരാതി നൽകിയിട്ടുണ്ട്. അശ്വതി. ശരി, രാജു ആണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പാലയൂർ സെന്റ് തോമസ് തീർത്ഥാടന കേന്ദ്രത്തിലാണ് പോലീസ് ക്രിസ്മസ് ആഘോഷം മുടക്കിയെന്ന പരാതി വന്നിരിക്കുന്നത്. രാജു ഗുരുവായൂരാണ് വിവരങ്ങൾ നൽകിയത്.